നമുക്ക് ഒരു കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്യുക? മൂന്നും ടെക്നിക്കും അപ്ലൈ ചെയ്യുക. ഡിസ്പ്ലേ വെക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഈ കുട്ടികൾക്ക് കിൻഡർ ജോയ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ അത് കൊണ്ടേ വെക്കുള്ളൂ, കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തേ വെക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ കളിക്കൊടുക്കുക. വണ്ടി എടുക്കണമെങ്കിൽ വണ്ടി ഓട്ടി വെക്കേണ്ടി വരും. ഡ്രസ്സ് ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഡ്രസ്സ് എത്ര നല്ല ഭംഗി ഉണ്ടായിട്ടും കാര്യമില്ല, അത് ഇട്ട് നോക്കേണ്ടി വരും. Greenlives Coaching and Training Solution. വാട്ട് ഈസ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്? എന്താണ് ആക്ച്വലി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞതാണ്? ഇപ്പം NLP ടൂളാണ് ഇപ്പോൾ സുക്കുർ സാർ ഇവിടെ എടുത്തത് അല്ലേ? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മൾ വിഷ്വൽ ആവാം, ഓഡിറ്ററി ആവാം, കനസ്തെറ്റിക് ആവാം, ഓൾഫാക്ടറി ആവാം, ഗസ്റ്റാൾട്ടറി ആവാം. ഏതെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ചില ആൾക്കാർ വിഷ്വലായിട്ടാവും സാധനങ്ങൾ വാങ്ങുക, ചില ആളുകൾ ഓഡിറ്ററി ആവും അല്ലെ? അപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ ട്രെൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ടൂൾസും, എല്ലാ ഈ NLPയുടെ എല്ലാ ടൂൾസും ഇവർ അപ്ലൈ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ് അല്ലെ? മാർക്കറ്റിംഗ് ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. കാരണം കൃത്യമായിട്ട് ഡിസ്പ്ലേ വെക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഈ കുട്ടികൾക്ക് കിൻഡർ ജോയ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ അത് കൊണ്ടേ വെക്കുള്ളൂ, കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തേ വെക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ കളിക്കൊടുക്കുക. അതൊക്കെ ഡിസ്പ്ലേയിൽ ഒരുപാട് ഡിസ്പ്ലേ എന്ത് ചെയ്യും? ബിസിനസ് കൂട്ടും. അത് വിഷ്വലാണ്. എന്ത് ചെയ്യുക? വിഷ്വലായിട്ടുള്ള ആൾക്ക് ഡിസ്പ്ലേ കണ്ടാൽ മതി, അല്ലെങ്കിൽ വിഷ്വലായിട്ടാണ് ഒരു സാധനം വാങ്ങുക. അതേ സമയത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ട്രെൻഡിലൊക്കെ പോകുന്ന സമയത്ത് ഓഡിറ്ററി എന്ത് ചെയ്യും? ഓഡിറ്ററി ആയിട്ടുള്ള അനൗൺസ്മെന്റ് വരും അല്ല? ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ട്, ഇന്ന ഓഫേഴ്സ് ഉണ്ട്, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇത്ര പ്രൈസ്. സോ ഓഡിറ്ററി ആൾക്ക് എന്താണ്? കേട്ടാലൊരു സാധനം വാങ്ങുള്ളൂ. അതേ സമയത്ത് കെനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്ക് ഫീൽ ആൻഡ് ടച്ച് ചെയ്യണം, ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം. കെനസ്തെറ്റിക് ആയിട്ടുള്ള ആൾ ഒരിക്കലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യൂല, കാരണം അവർക്ക് ട്രൈ ചെയ്യാതെ ഒരു സാധനം വാങ്ങൂല. ട്രൈ ഓൺ ചെയ്യണം, ടച്ച് ചെയ്യണം, ഫീൽ ചെയ്യണം. വണ്ടി എടുക്കണമെങ്കിൽ അവർക്ക് വണ്ടി ഓട്ടി വെക്കേണ്ടി വരും. ഡ്രസ്സ് ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഡ്രസ്സ് എത്ര നല്ല ഭംഗി ഉണ്ടായിട്ടും കാര്യമില്ല, അത് ഇട്ട് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കെനസ്തെറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യൂല, ഡ്രസ്സൊന്നും വാങ്ങൂല. ഷൂ ഒക്കെ ആണെങ്കിൽ ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യില്ല? വാങ്ങൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കെനസ്തെറ്റിക് ആണ്. നമ്മളെ കസ്റ്റമേഴ്സ് ഇങ്ങനെ തന്നെ ആവും. ചില ആളുകളില്ല, ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് മിഠായിത്തെരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം ഹലുവൻ്റെ ഒരു പീസ് വരും. ഓൾ ഫാക്ടറി ആയിട്ടുള്ള ആളുകൾ ഏറ്റവും അതേപോലെ സ്മെല്ല്. ചില സൂപ്പർ മാർക്കറ്റുകളിലും ചില കോഫി ഷോപ്പുകളിലും ചില സ്റ്റോറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്മെല്ല് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കഫേ കോഫിയിൽ പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഫി അടിക്കാൻ പോവുക. അപ്പോൾ സ്മെല്ല് എന്ത് ചെയ്യും? ബിസിനസ് കൂട്ടും. അതാണ് ശുക്കൂർ സാർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. നമുക്ക് നമ്മളെ മനസ്സിലാവണം. നമ്മൾ വിഷ്വലാണോ, കെനസ്തെറ്റിക് ആണോ, ഓഡിറ്ററി ആണോ, അതോ നമ്മൾ ഗസ്റ്റാക്ടറി ആണോ, ഓൾ ഫാക്ടറി? കൂടുതലും വാക്ക വരിക. വിഷ്വലോ ഓഡിറ്ററിയോ കെനസ്തെറ്റിക് ആവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ഞങ്ങൾക്ക് തന്നത് നമ്മളെ കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ സെയിൽസ്മാനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും, വളരെ ഈസിയായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ആൾ വിഷ്വൽ ആണെങ്കിൽ എന്താ, ആൾ വിഷ്വലി ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്യുക? മൂന്നും ടെക്നിക്കും അപ്ലൈ ചെയ്യുക. വിഷ്വലായിട്ട് കാണിച്ചു കൊടുക്കുക, ഓഡിറ്ററിയും പറയുക, കെനസ്തെറ്റിക് കൂടുക. Greenlives Coaching and Training Solution.